സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി ചർച്ച ചെയ്യാൻ വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഉന്നതതല യോഗം ചേരും. KCB ചെയർമാൻ മുതൽ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ വരെയുള്ള ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കും. പ്രാദേശിക വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയ ശേഷം മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേരുന്ന ആദ്യ അവലോകന യോഗമാണിത്. വിവരങ്ങളുമായി സുനിഷ എലോർ. സുനിഷ, വൈദ്യുതിയുടെ കാര്യത്തിനകത്ത് ലോഡ് ഷെഡിങ്ങിലേക്കോ പവർ കട്ടിലേക്കോ പോകേണ്ടി വരുന്ന സാഹചര്യമുണ്ടോ? നിലവിൽ അത്തരത്തിലൊരു സാഹചര്യമില്ല എന്നത് തന്നെയാണ് നികേഷ് KSEBയും സർക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ നേരത്തെ ചില നിയന്ത്രണങ്ങൾ നേരത്തെയും മന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നിരുന്നു, ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു, മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നു, ചില മേഖല തിരിച്ചുകൊണ്ടുള്ള നിയന്ത്രണം അടക്കം കൊണ്ടുവന്നിരുന്നു. അതിനുശേഷം ഒരു 2-3 ദിവസത്തെ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി, അങ്ങനെ ഒരു അവലോകനം നടത്താനായാണ് ഇന്ന് യോഗം ചേർന്നിരിക്കുന്നത്. നേരത്തെ മന്ത്രിയോട് സംസാരിച്ചപ്പോഴും ചെറിയ തോതിലെങ്കിലും ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വൈദ്യുതി ഉപഭോഗത്തിൽ ചെറിയ തോതിൽ ഒരു കുറവ് വരുന്നുണ്ട് എന്നതാണ്. ചെറിയ തോതിൽ എന്ന് പറയുമ്പോൾ പോലും ഇപ്പോഴും 11 കോടിയിൽ തന്നെ ഉപഭോഗം നിൽക്കുകയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് അടുത്ത കുറവുണ്ട് എന്നതാണ്. ഏതായാലും ഇത്തരത്തിൽ മേഖല തിരിച്ചുള്ള നിയന്ത്രണം ഗുണം ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെ പോയാൽ മതിയോ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യുന്നത്. അങ്ങനെ മതി പോരാ എങ്കിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരും എന്നതും KSEB പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സർവീസ് സംഘടനകളുമായി മന്ത്രി ചർച്ച ചെയ്തിരുന്നു. ഒപ്പം തന്നെ ഏതൊക്കെ രീതിയിലുള്ള മാർഗങ്ങൾ ആർക്കൊക്കെ നിർദ്ദേശിക്കാൻ കഴിയുമോ അവരൊക്കെ തന്നെയും നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കണമെന്നൊരു ആവശ്യം മന്ത്രി അറിയിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ ചില മാർഗങ്ങൾ കൂടി മുന്നോട്ടേക്ക് വരുമെന്നതാണ് കരുതുന്നത്. ഒപ്പം തന്നെ ചില മാർഗനിർദ്ദേശങ്ങൾ വ്യവസായ സ്ഥാപനങ്ങൾക്കടക്കം ചില മാർഗനിർദ്ദേശങ്ങൾ നേരത്തെ തന്നെ നൽകിയിരുന്നു. ഈ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കപ്പെടാൻ ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നത് കൂടിയായിരിക്കും ഇനി ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും തീരുമാനമെടുക്കുക. ഏതായാലും ഈ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നതിന് ശേഷമുള്ള ആദ്യത്തെ അവലോകന യോഗമാണ്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്, ഇങ്ങനെ പോയാൽ മതിയോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടി ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യും. നികേഷ്.